നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 4-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 18-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്, ശുഭ ദിനമാണ്, ഗുരുവിൻ്റെ ദിവസമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ നക്ഷത്രമല്ല കാർത്തിക. പക്ഷേ വ്യാഴൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്കിന്നൊരു 50-50 ഫലത്തെ കൊടുക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ശുഭകാര്യങ്ങളാണെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ മാറ്റിവെക്കുക. പക്ഷേ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കാം. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾക്ക് ഏറ്റവും അനുകൂലപ്രദമാണ്. സാമ്പത്തിക ഇടപാടുകൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷത്തെ തന്നിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ഡെവലപ്പ് ചെയ്യാനോ, അതൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങാനോ ഒക്കെ കൊള്ളാം. അതുപോലെ ഊഹ കച്ചവടങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നവർ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, അതുപോലെ മറ്റ് ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെ ഊഹ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുതിയ സംരംഭങ്ങളുമായിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മുടങ്ങിക്കിടക്കുന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരും. ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ്. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് രാഹുകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ രാഹുകാല സമയം ഇന്നും വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ശരിക്ക് 3:30 മണി മുതൽ 5 മണി വരെയാണ് രാഹുകാല സമയം കലണ്ടറിൽ ഇട്ടിരിക്കുന്നത്. 3:30 തുടങ്ങൂല, 3:41 രാഹുകാലം തുടങ്ങുള്ളൂ. 5 മണി 6 മിനിറ്റിന് രാഹുകാലം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ശുഭയാത്രയ്ക്ക് രാഹുകാലം ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ നോക്കി എടുക്കണം. അതുപോലെ തന്നെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇപ്പോൾ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം നമുക്ക് ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് എടുത്തില്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഭവിക്കും. ഇപ്പോൾ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയണത്, അന്ന് ഗുളികകാല സമയം വരുന്നത് 9 മണി 23 മിനിറ്റ് തൊട്ട് 10:49 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് രാവിലെ 6:31 തൊട്ട് 7:57 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. ചില കാര്യങ്ങൾക്ക് എടുത്തേ തീരുവുള്ളെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. 11:51 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും. 12:39 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമുണ്ട്. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇന്ന് നമ്മൾ വസ്ത്രധാരണത്തിന് പോകുമ്പോൾ മഞ്ഞ കളറ്, മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. കാരണം ഗുരുവിൻ്റെ കളറാണ്. മഞ്ഞയോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള കളറ് യൂസ് ചെയ്യുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.